കാലിനെ പറ്റിയടി ഹാച്ചിയുടെ കാലിന് എന്തോ പറ്റി. എന്ത് പറ്റിയടി? എന്തുവാടി പറ്റിയ കാലിന്? ഏത് കാലിനാ പിന്നെ? ആ കാലിനാണോ മറ്റേ കാലിനാണോ? ശ്രുതി അടുത്ത വർഷത്തെ നമ്മളെ അടുത്ത പ്രസന്റ് വർഷത്തിൽ ഇതല്ല അവതരിപ്പിക്കാൻ പോണ വന്നിട്ടുണ്ട് ഗൈസ്. അപ്പൊ നമ്മൾ ബസ്സിൽ പോകാൻ പോവുകയാണ്. നമ്മുടെ ബസ് ആകെയാ. വണ്ടിക്കൂലല്ലേ വണ്ടി ക്ലാസ്സിന്റെ കൊടുത്തേ. ഷൂട്ട് പോലെ നടന്നുകൂടെ കാലുവേദന പറഞ്ഞ് ചൊണ്ടി വന്ന ആളാണ്. അപ്പം നമ്മുടെ ഇഹാൻകുട്ടന് ചെറിയൊരു കാലുവേദന വന്നിട്ട് നടക്കാൻ പറ്റാത്തൊരു സാഹചര്യം പോലെ ആയിട്ട് ആളെയും കൊണ്ട് ഹോസ്പിറ്റലിൽ വന്നിരിക്കുകയാണ് കേട്ടോ. അപ്പം ഞങ്ങൾ പോകുന്ന വഴി ആൾ കുഴപ്പമില്ലാതെയൊക്കെ നടന്നു പോകുന്നുണ്ട്. വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ ആളിന് ചെറിയ ബുദ്ധിമുട്ടുണ്ടായിരുന്നു കേട്ടോ. എന്തായാലും ഇവിടെ എത്തിയപ്പോൾ ആളുടെ അസുഖം മാറിയും തോന്നുന്നു. ആൾ ഒരുവിധമൊക്കെ നടക്കുന്നുണ്ട് കുഴപ്പമില്ലാതെയൊക്കെ. അപ്പം ഞങ്ങളിതാ ഡോക്ടറിനെ കാണിക്കാൻ പോകുന്ന വഴിയാണ് ഞങ്ങളിതാ ഈ ഒരു സംഭവം കണ്ടത്. അപ്പം ഞങ്ങൾ ഓർത്തു എന്തായാലും ഇവിടം വരെ വന്നതല്ലേ, ഇത് കഴിച്ചിട്ട് പോകാമെന്ന് ഓർത്തു. അപ്പോൾ ശ്രീജയ്ക്ക് ഒരു തവണ ഇവിടെ വന്നപ്പോഴേക്കും ഇവിടെ കയറി ഇത് കഴിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഞങ്ങളെ കൂടെ കൊണ്ടുപോയതാണ് കേട്ടോ കഴിക്കാനായിട്ട്. അങ്ങനെ ഞങ്ങൾ ഓർത്ത് എന്തായാലും ഫുഡൊക്കെ കഴിച്ചിട്ട് നമുക്ക് ഡോക്ടറിനെ കാണാമെന്ന് ഓർത്ത് ചീട്ടൊക്കെ എടുത്ത് ഞങ്ങൾ പോകുന്നത് ഇങ്ങോട്ടേക്കാണ്. അപ്പോൾ ഇവിടെ വന്നപ്പോഴേക്കും കുറേ വെറൈറ്റി ആയിട്ടുള്ള പായസം ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ പാലടയാണ് ഞങ്ങൾ ഓർഡർ ആക്കിയത്. അച്ഛൻ പാൽപ്പായസം ഓർഡറാക്കി. അങ്ങനെ ഞങ്ങളതാ ഈ ഒരു വൈബിലിരുന്ന് അങ്ങനെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് കേട്ടോ. എങ്ങനെയാണെന്ന് നോക്കാം. ഫസ്റ്റ് നമ്മുടെ പഴവും പിന്നെ നമ്മുടെ ബോളിയും പപ്പടവും ഒക്കെ കൂടെ മിക്സാക്കി ഇതാ പായസവും കൂടെ ഒഴിച്ച് അങ്ങോട്ട് കഴിക്കുമ്പോഴല്ലോ ഒരു വല്ലാത്ത ഫീലാണ് കേട്ടോ. നല്ല ടേസ്റ്റാണ്. അതാ പെട്ടെന്ന് തന്നെ ഞങ്ങളുടെ പ്ലേറ്റ് കാലിയായിട്ടുണ്ട്. ഇക്കാലായിരുന്നു. ഇപ്പം കാലിന് ഞൊണ്ടുമില്ല, ഒന്നുമില്ല. ഇക്കുവൊക്കെ നോക്കിക്കേ. ഇക്കുവേ നോക്കാൻ കഴിയത്തില്ല, പറക്കുവാണ്. ഹോസ്പിറ്റലിലാണ് പോയതെങ്കിലും ഞങ്ങൾ ജസ്റ്റ് ഒരു ട്രിപ്പിംഗ് മൈൻഡ് ആയിരുന്നു കേട്ടോ. എന്തായാലും ഹോസ്പിറ്റലിൽ പോയ വഴിക്ക് ഫസ്റ്റ് തന്നെ പോയത് ഫുഡ് അടിക്കാനാണ്. ഫുഡ് അടിക്കാൻ പോയിട്ട് പിന്നെ അതുവഴി നേരെ ഹോസ്പിറ്റലിലേക്ക് പോകുന്ന വഴിയാണ് ഈ കാണുന്നത്. എന്തായാലും ഫുഡ് അടിയും കാര്യങ്ങളൊക്കെ നടന്നപ്പോഴേക്കും പിന്നെ ഞങ്ങൾ ഓർത്തു നേരെ ഹോസ്പിറ്റലിലേക്ക് പോയേക്കാം. കാരണം വന്ന കാര്യം സാധിക്കണമല്ലോ. അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് ഹോസ്പിറ്റലിലോട്ട് പോകുന്ന വഴിയാണ്. എന്തായാലും ഇനി ഹോസ്പിറ്റൽ വൈബൊന്നും നമ്മൾ കാണിക്കുന്നില്ല. കാരണം ഹോസ്പിറ്റലിൻ്റെ ഫുൾ ആംബിയൻസ് നമ്മൾ മിക്കപ്പോഴും കാണിക്കാറുള്ളതാണ്. അതുകൊണ്ടാണ് നമ്മൾ ഹോസ്പിറ്റൽ വിട്ടുപിടിക്കുന്നത്. അപ്പോൾ എന്തായാലും ഇന്നത്തെ യാത്ര ഞങ്ങൾ ഹോസ്പിറ്റലിലേക്കായിരുന്നെങ്കിലും ജസ്റ്റ് ഒരു ട്രിപ്പിംഗ് മൈൻഡ് വിത്ത് ഹോസ്പിറ്റലായിരുന്നേ. എന്തായാലും ഹാപ്പി ആയിട്ട് ഇന്നത്തെ ദിവസം കടന്നു പോകുന്നു. കുറേ നാൾക്ക് ശേഷമാണ് നമ്മൾ വീഡിയോ ആയിട്ട് വരുന്നത്. എല്ലാവരും സപ്പോർട്ട് ചെയ്യണം.